ഹായ് ഫ്രണ്ട്സ്, ഈ കത്തി ഒട്ടും മൂർച്ചയില്ലാത്തതാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ അരവോ പേപ്പറോ ഒന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളിയായിട്ട് ബ്ലേഡിനേക്കാളും ഷാർപ്പായിട്ട് എങ്ങനെ മൂർച്ച കൂട്ടാൻ ഒരു ടെക്നിക്ക് കാണാം. ഇത് ഇപ്പോൾ നോക്കി, ഇതിന് മൂർച്ചയില്ല. കയ്യിലിങ്ങനെ കാണാം, കയ്യിലിങ്ങനെ ഞെക്കി വരച്ചാൽ പോലും മുറിയോ ഒന്നുമില്ല. അത്രയും മൂർച്ചയില്ലാത്ത സാധനമാണ്. അത് നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് കോപ്പ കപ്പാണ്. അത് വെച്ചിട്ട് അതിൽ മാത്രമേ ഇതിൻ്റെ പിടിക്കത്തുള്ളൂ, സ്റ്റീലായതുകൊണ്ട്. എന്നിട്ട് അത് എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ച് കൂട്ടി നോക്കാം. അടിയിൽ ഇതുപോലെ ചെറിയ വലിപ്പ് ഉള്ള കപ്പാണ് എടുക്കേണ്ടത്, എങ്കിലേ അതിൽ പിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ മിനുസുള്ളെടുത്ത് പിടിക്കില്ല. ഇതിന് സ്വല്പം വലിപ്പ് കുറവാണ്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആയി വരുന്നുണ്ട്. 2 മിനിറ്റെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. അരമോ അല്ലെങ്കിൽ ഒരു ടൈലിൻ്റെ കഷ്ണമോ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ മുറിച്ച് കൂട്ടാം. പക്ഷേ ടൈലിൻ്റെ കഷ്ണത്തിലും അരത്തിലും മുറിച്ച് കൂട്ടി കഴിഞ്ഞാൽ വായ്ത്തല, ഇത് ഷാർപ്പ് നൈഫാണ്, അപ്പം ഇതിൻ്റെ വായ്ത്തല ചളങ്ങിപ്പോവും. പെട്ടെന്ന് നമ്മൾ 2 പ്രാവശ്യം കണ്ടിച്ച് കഴിയുമ്പോഴത്തേനും മുറിച്ച് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ കപ്പിൽ തന്നെ മുറിച്ച് കൂട്ടുന്നത്. ഇതിൽ മുറിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി നാൾ മുറിച്ച പോകാതെ അതേപടി നിന്നു. നമ്മൾ പുതിയ കത്തി വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഇതുണ്ടോ, പിടിച്ച സ്ഥലവും പിടിക്കാത്ത സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം. ഇത് കോപ്പയല്ലേ, സ്റ്റീലിൻ്റെ കത്തിയല്ലേ, ഇത് തെന്നിപ്പോവുകയല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. ഇപ്പോൾ നല്ലപോലെ മൂർച്ചയായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ പരീക്ഷിച്ച് കാണിക്കാൻ പറ്റില്ല, കൈ കണ്ടിച്ച് പോകും. നമുക്കതിന് സവോള കട്ട് ചെയ്ത് കാണിക്കാം. അത് സവോള എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, ഞാൻ ഒത്തിരി ബലമൊന്നും പിടിച്ചിട്ടില്ല. നല്ല ഷാർപ്പായിട്ട് കാണാം കണ്ടിച്ച് പോണേ. അരിഞ്ഞ് കാണിച്ചു തരാം. സവോള മുറിയുന്നുണ്ടെന്ന് അറിയുന്ന പോലും ഇല്ല കത്തിയാൽ, അതുപോലെ മൂർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടിലൻ ഐഡിയ ആണ്. എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം.